ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ വകയായിട്ടാണ് കേട്ടോ ഇന്നത്തെ വ്ലോഗ്. ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ്. ചേട്ടനപ്പോൾ ഇന്നലെ തലേദിവസം തന്നെ വന്നു. ഞങ്ങളിപ്പം രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ ഒരു പണിയിലാണ്. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും ചേട്ടനുള്ളതല്ല, അതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുന്നേറ്റു. പിള്ളേരെ കളിപ്പിക്കാനായിട്ട് കുറച്ച് കളിപ്പാട്ട സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി ഇട്ടേക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ചേട്ടൻ രാവിലെ തന്നെ ഇപ്പോൾ ബീഫും ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു. നോൺ വെജ് ആണ് കേട്ടോ. വെജൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും, കാരണം പച്ചക്കറി അരിയാനും അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പം അതുകൊണ്ട് നോൺ വെജ് മതിയെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ തന്നെ പാലപ്പം ബീഫ് സ്റ്റൂ ആണ്. പാലപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ചേട്ടനാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കലക്കാൻ എൻ്റെ കൂടെ. അപ്പൊ ഞാൻ ചേട്ടൻ്റെ കൂടെ ചേട്ടനെ വിളിച്ച് എണീപ്പിച്ചു. കലക്കി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പാലപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പിള്ളേര് ബഹളം വെച്ചതിന്റെ ഇടയിൽ പിള്ളേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പൊ അവൻ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ വിതറിയിട്ടേക്കാണ്. അപ്പൊ ചേട്ടനത് പറക്കി ആ ബോക്സിലേക്ക് ഇടുന്നതാണ് കേട്ടോ. അതിലേക്ക് ഇട്ടത് കൊണ്ട് കാര്യമില്ല, അവനെല്ലാം പറക്കിടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ആ അടുത്ത സെക്കൻഡിൽ തന്നെ അത് മൊത്തം കമഴ്ത്തിക്കളയും. അങ്ങനെയാണ് സാധാരണ പതിവ്. അപ്പൊ അതുകൊണ്ട് അവന്റെ കണ്ണ് വെട്ടിച്ചാണ് അതൊക്കെ ഒതുക്കി വെക്കാറുള്ളൂ, അല്ലെങ്കിൽ ഒതുക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് അടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് മാറ്റാൻ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ ഒരു കാര്യമില്ല, ആളിപ്പോ തന്നെ അതെല്ലായിടത്തും കുടഞ്ഞു കളയും. രണ്ടാമത്തെ ആള് അങ്ങനെ തന്നെ, അവൻ ചെയ്യുന്നത് പോലെ തന്നെ അവളും ചെയ്യും. അപ്പൊ നമ്മൾ തിരക്കിട്ട് ജോലികൾ ചെയ്യുന്നതിന്റെ ഇടയിൽ പിള്ളേരെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നാലും ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയി. ഇനിയിപ്പോ സ്റ്റൂവും കൂടി റെഡി ആവാനുള്ളൂ. അപ്പം ഏകദേശം എല്ലാം ഇട്ടു. ഇനിയിപ്പോ സ്റ്റൂവും കൂടി ശരിയാക്കാനുള്ളൂ. അപ്പൊ സ്റ്റൂ ശരിയാക്കാനായിട്ട് ചേട്ടൻ അവിടെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് വെജിറ്റബിൾ സ്റ്റൂ ആണ്, കാരണം ആദ്യം വെജിറ്റബിൾ സ്റ്റൂ എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് അത് ബീഫ് സ്റ്റൂ ആക്കി മാറ്റിയത്. ചേട്ടന് ഈ സ്റ്റൂ എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പാലപ്പത്തിന്റെ കൂടെ സ്റ്റൂ കഴിക്കുന്നത്. വല്ലപ്പോഴൊക്കെ ഇല്ല അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എന്നും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ചേട്ടനുള്ള ദിവസം ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. ചേട്ടന്റെ കൂടെ കൂട്ടിയിട്ടാണ് ഞാനും ഇതിന്റെ റെസിപ്പിയൊക്കെ പഠിച്ചേട്ടോ. അത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും പല സമയത്താണ് കേട്ടോ കഴിച്ചത്. അപ്പച്ചനും ചേട്ടനും ഞാനും ഇരുന്നു. അത് കഴിഞ്ഞപ്പോ അമ്മച്ചി ഇരുന്ന്. അങ്ങനെ പിള്ളേരുള്ളത് കൊണ്ട് ഞങ്ങൾ പല സമയത്തിരുന്നാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ല സ്മൂത്തായിട്ട് ചുട്ട് കിട്ടി. സ്റ്റൂ നല്ലായിരുന്നു കേട്ടോ. അപ്പത്തിന് നമ്മള് ഇൻസ്റ്റന്റ് പാലപ്പം മിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിനകത്ത് ചെറു ചൂടുവെള്ളത്തിൽ കലക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ പാലിൽ വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ രുചിയും കൂടുതൽ സ്മൂത്തി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ആദ്യമൊക്കെ ചെറു ചൂടിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എന്ത് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്ന പോലെ തോന്നിയത്. പിന്നെയാണ് പാൽ ഒഴിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ നല്ല സ്മൂത്ത് ആയിരുന്നു. പിന്നെ കറിയും നല്ലായിരുന്നു. അങ്ങനെ 2-3 അപ്പമൊക്കെ കഴിച്ച് ഉച്ചക്കലത്തേക്കുള്ള പണിയിലേക്ക് കടന്നിരിക്കുകയാണ് അമ്മച്ചിയും ചേട്ടനും. അപ്പൊ ഞാൻ പിള്ളേരുടെ കൂടെ ഇരുന്ന് അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും കൂടി ഇവർക്ക് സഹായിക്കാനായിട്ട് പോകാൻ പറ്റില്ല, കാരണം അവര് അലമ്പാക്കും. അപ്പൊ ഉച്ചക്ക് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി അല്ല, ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി ദം ചെയ്യാനായിട്ട് ചേട്ടൻ എന്നെ കാണിച്ചു തരാൻ പറഞ്ഞ് വിളിച്ചതാണ് കേട്ടോ. ബീഫ് ബിരിയാണിയുടെ സംഭവങ്ങളൊക്കെ റെഡി. ഇനിയിപ്പോ ദം ചെയ്താൽ മതി. ഇപ്പൊ ചിക്കൻ അമ്മച്ച് കഴിക്കില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പൊ ആദ്യം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടായിരുന്നു ചേട്ടൻ ഇങ്ങനെ മസാല ഒക്കെ പുരട്ടി വെച്ചത്. പിന്നെയാണ് അമ്മച്ചി കഴിക്കില്ലല്ലോ എന്ന് ഓർത്തപ്പോ പിന്നെ പ്ലാൻ മാറ്റി. നമ്മൾ പ്ലാൻ ബി ബീഫ് ബിരിയാണി ആക്കി. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. എടുത്ത് പിന്നെ വറുത്താൽ മതിയല്ലോ എന്നോർത്ത് സമയം കിട്ടുന്നതനുസരിച്ച് അത് വറക്കാം. ഉച്ചയ്ക്ക് എന്തായാലും നമ്മൾ ബീഫ് ബിരിയാണിയിലേക്ക് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ബിരിയാണി ആകുമ്പോൾ പിള്ളേർക്കും കുഞ്ഞൂസും കഴിച്ചോളും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ കഴിച്ചില്ലായിരുന്നു കേട്ടോ. ആക്ച്വലി വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 7-ാം തീയതിയാണ്. 7-ാം തീയതിയാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി. വ്ലോഗ് ഇടുന്നത് ഇന്നാണ് കേട്ടോ. അപ്പൊ അതെ, ചിക്കൻ ബിരിയാണി ദം ചെയ്യാനുള്ള പുറപ്പാടിലാണ് ചേട്ടൻ. അപ്പൊ ഞങ്ങൾ ബിരിയാണി വെച്ച് കഴിഞ്ഞപ്പോഴും നമ്മള് ബിരിയാണിയും ഗ്രേവിയും എല്ലാം ഒരുമിച്ച് വയ്ക്കുമ്പോ അത് എന്താ പറയാ, ബിരിയാണിയുടെ വേവ് കറക്റ്റ് ആവുന്നില്ല, വെള്ളം വേവൊക്കെ കറക്റ്റ് ആവുന്നില്ല.
ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വെച്ചപ്പോ പായസം പോലെയായി. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട അതുകൊണ്ട് റൈസ് മാത്രമായിട്ട് വേറെ വേവിച്ചിട്ട് വെള്ളം ഊറ്റി കളയേണ്ടി വന്നു. നമ്മൾ വീഡിയോയിലൊക്കെ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നൊക്കെ പറഞ്ഞ് കാണുമെങ്കിലും അത് ഇതുവരെ ചെയ്തിട്ട് ശരിയായിട്ടില്ല. ഇപ്പൊ കുറെ പ്രാവശ്യം വെക്കുമ്പോ ശരിയാവുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ഡ്രൈ ആയിട്ട് റൈസ് വേവിച്ചെടുത്ത് കിട്ടി. വെള്ളം ഊറ്റി കളയുമ്പോ അതിന്റെ ഒരു സ്വാദ് നഷ്ടപ്പെടും. അപ്പൊ അതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഉച്ചക്ക് ഞങ്ങള് ബിരിയാണിക്ക് ഒപ്പം തന്നെ സാലഡും കൂടി റെഡിയാക്കണം. പക്ഷെ സാലഡിനുള്ള സംഭവം മേടിക്കാൻ മറന്നുപോയി. തൈര് മേടിക്കാൻ മറന്നുപോയി. അപ്പൊ ഞങ്ങൾ തൈരൊക്കെ തൽക്കാലം വൈകിട്ടേക്ക് ആക്കാന്ന് ഓർത്തു. ഉച്ചക്ക് ഇങ്ങനെ തന്നെ പോട്ടെ ഓർത്തു. വലിയ കുഴപ്പമുണ്ടായില്ല, അത്യാവശ്യം നന്നായിട്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് ചേട്ടനും ബിരിയാണി വെച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ട്, ഞാനും ബിരിയാണി വെച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ട്രൈ ചെയ്തട്ടോ. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അതിന്റെ ഇടയിൽ കുഞ്ഞൂസിന്റെയും കുഞ്ഞിപ്പന്റെയും മുടി ചെറുതായിട്ടൊന്ന് വെട്ടിട്ടോ. കുഞ്ഞിപ്പന്റെ മുടിയുടെ നീളം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു, അവളുടെ കണ്ണിലേക്ക് കിടക്കുന്നത്. അത് മാത്രമേ അവൾ സമ്മതിച്ചുള്ളൂ. പിന്നെ കുഞ്ഞൂസിന്റെ മുടി ട്രിം ചെയ്തു. അവന്റെ മുടി ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് ട്രിം ചെയ്തു. നേരത്തെയാണ് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിട്ട് എടുത്ത ഡ്രസ്സ് കേട്ടോ. അപ്പൊ ഞങ്ങള് ചുമ്മാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി. കുഞ്ഞിപ്പെണ്ണ് ആ ടൈമില് നല്ല ഉറക്കായി. അപ്പൊ അതുപോലെ അവളെ ഒറ്റ ഫോട്ടോയിലും വീഡിയോയിലും കിട്ടിയില്ല. അപ്പൊ ജസ്റ്റ് ഞങ്ങള് വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചുമ്മാ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ആലുവ വരെ പോയിട്ട് വരാം, വീട്ടിൽ പപ്പേനെയും അമ്മേനെയും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പപ്പേനെയും അമ്മേനെയും കാണാനായിട്ട് പോവാന്ന് വിചാരിച്ചു. റെഡിയായി. ഞങ്ങൾ ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുന്ന ആളെ. കുഞ്ഞിപ്പെണ്ണിനെ മാത്രം റെഡി ആക്കിയാൽ മതി. അവള് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം ഉറങ്ങുന്ന ആളെ പോയി വിളിച്ചെഴുന്നേപ്പിച്ച് എടുത്തപ്പോ തന്നെയൊക്കെ അവൾ എഴുന്നേറ്റു. പിന്നെ ഡ്രസ്സ് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് എടുത്തു വെച്ചു. ഡ്രസ്സും പിള്ളേരുടെ സാധനങ്ങളെല്ലാം കൂടി. അങ്ങനെ ആള് എഴുന്നേറ്റ് ഉടുപ്പൊക്കെ ഇടിച്ചു. ആള് ഭയങ്കര കരച്ചിലാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. കാരണം അപ്പൊ ആളുടെ കരച്ചില് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങള് വണ്ടിയിൽ AC ഒക്കെ ഇട്ടു. ഇപ്പൊ നല്ല ചൂടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട്. ഇച്ചിരി അറിയാലോ, ഇപ്പൊ നല്ല ചൂടിന്റെ സമയമാണ്. അപ്പൊ അവൾക്ക് ചൂടൊട്ടും പറ്റില്ല. ചൂടത്തിറങ്ങി കഴിഞ്ഞാൽ ഫാൻ ഓഫ് ചെയ്താൽ അപ്പൊ തന്നെ ആൾ വേർക്കാനൊക്കെ തുടങ്ങും, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അതെ, അമ്മച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അമ്മച്ചി വന്ന് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞു, ഗേറ്റൊക്കെ തുറന്നു തന്നു. അങ്ങനെ ഞങ്ങള് പോവാണ്ടോ. പോയിട്ട് പെട്ടെന്ന് തന്നെ വരാന്ന് വിചാരിച്ചാണ് കേട്ടോ ഇറങ്ങിയത്. ആക്ച്വലി നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നില്ല, പുറത്തെവിടെയെങ്കിലും പോവാന്നായിരുന്നു പ്ലാൻ. പിന്നെയാണ് നമ്മള് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചത്. ഒന്നാമത് സന്ധ്യ ഏകദേശം ആ ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ റോഡിൽ ഭയങ്കര ബ്ലോക്ക് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ആലുവ അങ്കമാലി റൂട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കിന്റെ സമയമാണ്. നമുക്ക് ഇവിടുന്ന് കരയാമ്പറമ്പ് തുടങ്ങി ബ്ലോക്ക് കിട്ടും. അപ്പൊ അത് കാരണം നേരത്തെ പോയിട്ട് നേരത്തെ തന്നെ പെട്ടെന്ന് തന്നെ വരാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. അങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല, പോകുന്ന വഴിക്ക് ബ്ലോക്ക് കിട്ടുമോ എന്നൊക്കെ അറിയില്ല. കാരണം വെള്ളിയാഴ്ച ദിവസമാണ്, ഇട ദിവസമാണ്. ഈവനിങ് ടൈമിൽ ജോലി ചെയ്ത് വരുന്ന ആൾക്കാരും സ്കൂൾ കുട്ടികളും കോളേജ് സ്റ്റുഡൻസ് എല്ലാവരൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ എന്തായാലും പെടും. റോഡിൽ നല്ല തിരക്കുള്ള സമയമാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളിവിടെ DDRC ലാബില് ജംഗ്ഷനിൽ തന്നെയാണ്. അവിടെ അമ്മച്ചിയുടെ യൂറിൻ ടെസ്റ്റ് ചെയ്തതിന്റെ ഹാർഡ് കോപ്പി മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് കിട്ടിയിട്ട് വേണം ഹോസ്പിറ്റലിൽ അമ്മച്ചിനെ കൊണ്ടുപോയി കാണിക്കാനുണ്ട്. അപ്പൊ അമ്മച്ചിക്ക് നേരത്തെ യൂറിൻ ഇൻഫെക്ഷൻ വന്നതാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും റീചെക്ക് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പൊ അതിന് വേണ്ടി കൊടുത്തതാണ്. പക്ഷെ റിപ്പോർട്ടൊക്കെ നെഗറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. തിങ്കളാഴ്ച അല്ല, ശനിയാഴ്ച. അപ്പത്തേ ഞങ്ങള് വീട്ടിലെത്തിട്ടോ. ഇതാണ് വീട്. ആലുവ ഓൾറെഡി പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് വീട്. വീടിന്റെ അകത്തേക്ക് കയറി തന്നെ കുഞ്ഞൂസിന്റെ ഡ്രസ്സ് ഞങ്ങൾ ഊരിയിട്ടിട്ടോ. കുഞ്ഞൂസ് ചെന്ന വഴി തന്നെ അവന്റെ കളിപ്പാട്ടവും കാറും അതൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. അപ്പൊ ഡ്രസ്സുമേ ചെളിയാക്കണ്ടെന്നോർത്ത് ഞാൻ അത് ഊരിയിട്ടു. ഇന്നർ മാത്രമേ ഇടിച്ചുള്ളൂ. അപ്പൊ അവൻ അതും കൂടി ഊരണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അങ്ങനെ അത് പൊക്കിയിട്ട് വെച്ചേക്കാണ്. ഞാൻ അത് ഊരി കൊടുത്തില്ല. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ കുറച്ചു നേരം സൈലന്റ് ആയിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ഇവിടെ അങ്ങനെ അധികം ദിവസം നിൽക്കാത്തത് കൊണ്ട്
കുഞ്ഞു പെണ്ണ് ഇവിടെ ആയിട്ട് കുറച്ചൊരു അറ്റാച്ച്മെന്റ് കുറവുണ്ട്. അപ്പൊ അവളിങ്ങനെ കരച്ചിലായിരിക്കും എപ്പോഴും അവിടെ എത്തിക്കഴിഞ്ഞാൽ. ഇത് മുറ്റത്ത് പപ്പയുടെ കിളിക്കൂടാണ്ടോ. അപ്പൊ എവിടെന്നോ 2 കിളിക്കൂട് കിട്ടിയപ്പോ അത് മുറ്റത്ത് കൊണ്ടുവന്ന് എന്തോ പടർത്തി ഇട്ടേക്കാണ്. അതിന്റെ മുകളില് അത് കെട്ടിത്തൂക്കി ഇട്ടേക്കണ്ടോ. പക്ഷെ ഇതിന്റെ ഹോള് എവിടെയാന്ന് ഞാൻ നോക്കിട്ട് കണ്ടില്ല. ഒരു ഭംഗിക്ക് ഞാൻ ഇട്ടേക്കുന്നതാന്ന് പപ്പ പറഞ്ഞു കേട്ടോ. നല്ല രസമുണ്ട് അതങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് കേട്ടോ. ഒരെണ്ണം നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. കുഞ്ഞൂസ് കുഞ്ഞൂസ് പതിവ് പോലെ തന്നെ കളി തുടങ്ങി. കുഞ്ഞിപ്പെണ്ണ് പപ്പയുടെ ചോട്ടിൽ തന്നെ നിപ്പുണ്ട്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അമ്മ അവിടെ ഇരിക്കുന്നത് കൊണ്ടിട്ടാ. അമ്മ അവിടെ നെറ്റ് പോയാലും അവൾ അങ്ങോട്ട് മാറുള്ളൂ. ഞാനും ചെന്ന വഴിയാണ്. എനിക്കാണെങ്കിൽ വണ്ടിയിൽ നിന്നിട്ട് ഭയങ്കര തലവേദനയായിരുന്നു. ഭയങ്കര തലവേദന എന്ന് പറഞ്ഞപ്പോ അങ്ങനെ എ സി ഓഫ് ചെയ്ത് ഗ്ലാസ് തുറന്നിട്ടിട്ടാണ് വന്നേ. തലവേദന വന്ന വേദന ഞാൻ ആദ്യം പോയിട്ട് ഡോളോ എടുത്ത് കഴിച്ചു. അമ്മയുടെ കയ്യിൽ ഡോളൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. ഡോളോ എടുത്ത് കഴിച്ചു. പിന്നെ അമ്മ ഒരു പേരയ്ക്ക ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി കുടിച്ചു. ചേട്ടന് കട്ടൻ ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞു. പാലിരിപ്പുണ്ടായില്ല, അതുകൊണ്ട് പാൽ ചായ ഉണ്ടാക്കിയില്ല. പപ്പ എങ്ങാണ്ട് പുറത്തു പോയേക്കായിരുന്നു. പപ്പ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം മിരുവാക്കത്തി മിച്ചർ ഉണ്ടെന്നു. ആ മിച്ചറ് കുഞ്ഞൂസിന് മിച്ചർ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ആ കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ ആള് പെറുക്കി ഇഷ്ടംപോലെ കഴിക്കും. അപ്പൊ അത് ഇങ്ങനെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരുന്ന് ഏകദേശം പോകാനുള്ള ടൈമൊക്കെ ആയി. പപ്പയ്ക്ക് ഇപ്പൊ ഉറക്കം വന്നായിരുന്നു. പപ്പ അപ്പൊ ഇടയ്ക്കൊന്ന് പോയൊന്ന് കിടന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ വെളുപ്പിന് എഴുന്നേൽക്കുന്നതാണ് 3 മണിക്ക്. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉച്ച കഴിഞ്ഞ് ഉറക്കം വരും. അപ്പൊ ഞങ്ങള് റെഡി ഏകദേശം പോകാനുള്ള പ്ലാനിങ്ങിലാണ്. കുഞ്ഞൂസ് പപ്പയുടെ അടുത്ത് പോയി പോകാന്ന് പറയാൻ വേണ്ടിട്ട് വന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. അമ്മയുടെ അടുത്ത് പോയി അമ്മയ്ക്കും ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞൂസിനെ അപ്പാപ്പനെയും അമ്മാമ്മനെയും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞങ്ങൾ ജസ്റ്റ് അപ്പുറത്തെ വീട്ടിലൊന്നും കൂടി പോയി. അപ്പുറത്തെ വീട്ടിൽ 2-3 പിള്ളേരുണ്ട്. അപ്പൊ അവരെയും കൂടി ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് അവരുടെ കയ്യിൽ നിന്നിരിക്കുന്ന സ്പൈഡർമാനെ അവള് കളിക്കാൻ കൊടുത്തപ്പോ അവൾ അതും കൊണ്ട് പോന്നു. അങ്ങനെ അപ്പാപ്പനും മാമയ്ക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതേ വണ്ടി കയറി. ഞാനൊരു കഷ്ണം ചെറുനാരങ്ങയുടെ പീസ് എടുത്ത് കൈ പിടിച്ചു. എനിക്ക് ചെറിയൊരു വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക്. ഇപ്പൊ മണക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.